നടി ഭാവനയും ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമോ? അതിനേറെ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ ഉപശാലകളിൽ നിന്ന് പുറത്തുവരുന്ന വർത്തമാനങ്ങൾ. എന്നാൽ അതിന് സാധ്യത തീരെയില്ലെന്നാണ് ഇവരോടടുത്ത വൃത്തങ്ങൾ ഇപ്പോഴും പറയുന്നത്. എങ്കിലും അതിന് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നു. നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യയിൽ സ്പോർട്സ് താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതും ജനപ്രതിനിധികളാകുന്നതും മന്ത്രിമാരാകുന്നതുമൊന്നും അത്ര പുതുമയുള്ള കാര്യങ്ങളല്ല. എന്നാൽ കേരളത്തിൽ അത്രയങ്ങ് സംഭവിച്ചിട്ടില്ല. മുൻപ് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മാത്രമാണ് ഇതിന് അപവാദം. എന്നാൽ ഇത്തവണ ചിത്രം മാറുമെന്നാണ് പൊതുവെയുള്ള വിവരം. ഫുട്ബോൾ താരം ഷറഫ് അലി LDFന് വേണ്ടിയും ക്രിക്കറ്റ് താരം ശ്രീശാന്തും അത്ലറ്റ് PT ഉഷയും BJPക്ക് വേണ്ടിയും UDFന് വേണ്ടി IM വിജയനും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവരോടൊപ്പം ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ തിരുവനന്തപുരം സെൻട്രലിൽ BJP സ്ഥാനാർത്ഥിയാകുമെന്നും പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ഇതിനൊരു സ്ഥിരീകരണമായിട്ടില്ല. ഇവരെ പോലെ സിനിമാ രംഗത്തുള്ള 1/2 ഡസൻ പേരെങ്കിലും വിവിധ മുന്നണികളിലായി മത്സര രംഗത്തുണ്ടാകുമെന്നാണ് ഏറെക്കുറെ സ്ഥിരീകരിച്ച മട്ട്. മിമിക്രി താരവും നടനും സംവിധായകനുമായ രമേശ് പിഷാരടി, സംവിധായകനും നടനുമായ മേജർ രവി, നടീനടന്മാരായ അനുശ്രീ, കൃഷ്ണകുമാർ എന്നിവരുടെയൊക്കെ പേരുകൾ ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. ആസിഫ് അലിയുടെയും ഉണ്ണിമുകുന്ദന്റെയും പേരുകളും പറഞ്ഞു കേൾക്കുന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറം ശ്രദ്ധേയമായിട്ടുള്ളത് നടി ഭാവനയുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ സർപ്രൈസ് ഒരുക്കാൻ CPM ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. മലയാളികളുടെ പ്രിയതാരം ഭാവനയെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തലപ്പത്തെ ആലോചന. രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ജനപിന്തുണയുള്ള ഭാവനയെ മത്സരരംഗത്തിറക്കുന്നതിലൂടെ കേരളത്തിലാകമാനം വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഭാവനയുടെ അഭിപ്രായം പാർട്ടി ഉടൻ ആരായും. നടി സമ്മതം മൂളിയാലുടൻ തന്നെ ഔദ്യോഗിക തീരുമാനം വരും. ഇക്കാര്യത്തിൽ നിലവിൽ CPM ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ നടിയുമായി ആശയവിനിമയം നടത്താനാണ് തീരുമാനമെന്ന് മംഗളം പറയുന്നു. മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു. ഇതിനെ വിസ്മയമെന്നാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത്. അതിലും വലിയ വിസ്മയം ഒരുക്കുമെന്നാണ് CPM കേന്ദ്രങ്ങൾ അനൌദ്യോഗികമായി പറയുന്നത്. ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം തന്നെ ഭാവനയ്ക്ക് നൽകണമെന്നാണ് പാർട്ടിയിലെ പൊതുധാരണയെന്നാണ് മംഗളത്തിൽ S നാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സീനിയർ നേതാവ് ഐഷ പോറ്റി കഴിഞ്ഞ ദിവസം CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്കേറ്റ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഭാവനയെ പോലൊരു ജനപ്രിയ മുഖത്തെ കൊണ്ടുവരുന്നതിലൂടെ ആ ക്ഷീണം മാറ്റാമെന്നും പാർട്ടി കരുതുന്നു. യുവ വോട്ടർമാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഭാവനയുടെ സ്ഥാനാർത്ഥിത്വം വലിയ തരംഗമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. അന്തിമ തീരുമാനം ഭാവനയുടേതാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘടിപ്പിച്ച വിവിധ ചടങ്ങുകളിൽ ഭാവന അതിഥിയായി എത്തിയിരുന്നു. മുഖ്യമന്ത്രി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിലും മുഖ്യാതിഥി ഭാവനയായിരുന്നു. വിവിധ സാമൂഹിക വിഷയങ്ങളിൽ താരം ഉയർത്തിപ്പിടിച്ച നിലപാടുകൾക്ക് ഇടതുപക്ഷം വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. മുഖ്യമന്ത്രിയുമായി വലിയ അടുപ്പവും ഭാവനയ്ക്കുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാവന മത്സരിക്കാൻ സമ്മതം മൂളുമെന്നാണ് പിണറായിയുടെയും പ്രതീക്ഷ. ഭാവന ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തത് മന്ത്രി V ശിവൻകുട്ടി തന്റെ Facebook പേജിലൂടെ ആഘോഷമാക്കിയിരുന്നു. നടൻ മുകേഷ് അടക്കമുള്ളവരെ ഇത്തവണ CPM മത്സര രംഗത്തു നിന്നും മാറ്റി നിർത്തുന്നതും മറ്റുള്ളവർക്ക് അവസരമൊരുക്കാനാണ്. ഈ സാഹചര്യത്തിലാണ് ഭാവനയെ പ്രധാനമായും പരിഗണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.